നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വൈറ്റമിൻസിനെ കുറിച്ചാണ്, അഥവാ ജീവകങ്ങൾ. വൈറ്റമിൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ, അതായത് പച്ചക്കറികള്, ഫ്രൂട്ട്സുകള്, പാല്, മുട്ട ഇതൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് വൈറ്റമിൻസ്. ചെറുപ്പം തൊട്ട് നമ്മുടെ വീട്ടുകാർ പറയാറുണ്ട്, കണ്ണിന് കാഴ്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പച്ചക്കറി കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ മുടി കൊഴിയൂട്ടോ, ഇല്ലേ? ഇങ്ങനെ ഓരോ കാര്യങ്ങള് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ്. പിന്നെ പയറ് കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ മുടി ഉണ്ടാവൂല, ഭംഗി ഉണ്ടാവൂല എന്നൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? അതായത് ഒരു കണക്കിന് നമ്മുടെ അച്ഛനും അമ്മമാരൊക്കെ പറയുന്നത് ശരിയാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസിന്റെ കുറവുണ്ടാകും. ഈ വൈറ്റമിൻസിന്റെ കുറവുണ്ടാകുമ്പോഴാണ് നമ്മുടെ പല്ലിന്, മോണക്ക്, അതേപോലെ മുടിക്ക്, കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോ നമ്മൾ ആ സമയത്ത് കുറച്ചൊക്കെ കഴിയുമ്പോൾ ഇവര് വെറുതെ പറയാണ്, നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. ശരിക്കും അത് പറ്റിക്കലൊന്നല്ല. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ ഇത്രമാത്രം ഉപകാരങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. ഇത് പഠിക്കുന്നതിലൂടെ നമുക്ക് കുറെ കാര്യം, ഇതിന്റെ അപര്യാപ്തത രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്താണ് അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിലേക്ക് ഈ വൈറ്റമിൻസിന്റെ കുറവ് മൂലം എന്ത് ചെയ്യുന്നു, നമുക്ക് പല അസുഖങ്ങൾ വരാനുള്ള കാരണമുണ്ട്. ആ അസുഖങ്ങളെ പറ്റിയൊക്കെ എന്തൊക്കെ കുറവുകളാണ് എന്നൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ജീവകങ്ങൾ 13 ഈ 13 നിങ്ങൾ കേൾക്കുമ്പോൾ AKDE ഇതൊക്കെ വരുന്നുണ്ട്. 13 ഒക്കെ ഉണ്ടോ വൈറ്റമിൻസുകൾ? അത് നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്ത വരുന്നില്ല. ഒരിക്കലും 13 ഉണ്ടടാ. കൊഴുപ്പിൽ ലയിക്കുന്നവ 4 ഉണ്ട്. ഈ കൊഴുപ്പിൽ ലയിക്കുന്നവ എങ്ങനെ നമുക്ക് പഠിക്കാന്നല്ലേ? കാടി എന്ന് പഠിച്ചാലോ? രാവിലെ നമ്മുടെ വീട്ടിലേക്ക് കാടിയൊക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാർ വരും. കാടി എന്ന് പറയുന്നത് കൊഴുത്ത വെള്ളമല്ലേ? അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് എന്താ? KADE, കാടി. KADE അങ്ങനെ പഠിക്കട്ടോ, കാടി, KADE. അപ്പൊ വൈറ്റമിൻ K, വൈറ്റമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. പിന്നെ BC ജലത്തിൽ ലയിക്കുന്നവയാണ്. ഇനി ഈ ബിക്ക് കുറെ കുട്ടികളും പേരമക്കളൊക്കെ ഉണ്ട് കേട്ടോ. B1, B2, B3, B5, B6, B9, B7, B12 ഒക്കെ ഉണ്ട്. അപ്പൊ ഈ B കോംപ്ലക്സ് 8 ഉണ്ട്. എത്രയാണ്? B കോംപ്ലക്സ് 8 ഉണ്ട്. ടോട്ടൽ 13 ജീവകങ്ങളാണ്. ടോട്ടൽ 13 ജീവകങ്ങളാണ്. B കോംപ്ലക്സ് 8 എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻസ് വരുന്നത് എന്ന് നോക്കിയാലോ? പച്ചക്കറികളിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നും കൂടുതൽ ലഭ്യമാകുന്ന പോഷക ഘടകമാണ് ജീവകം എന്ന് പറയുന്നത്. പച്ചക്കറികളിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നുമെല്ലാം കൂടുതൽ ലഭ്യമാകുന്ന പോഷക ഘടകമാണ് ജീവകങ്ങൾ. കോ എൻസൈം എന്നറിയപ്പെടുന്നത് ജീവകമാണ്. എന്താണ് കോ എൻസൈം എന്നറിയപ്പെടുന്നത്? എന്താണ്? ജീവകമാണ്. കോ എൻസൈം എന്നറിയപ്പെടുന്നത് ജീവകമാണ്. അത് എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. കോ എൻസൈം എന്നറിയപ്പെടുന്നത് എന്താണ്? വൈറ്റമിൻസ് അഥവാ ജീവകങ്ങളാണ്. ഇനി ജീവകങ്ങളെ ജലത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ എന്ന് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജീവകം ADEK, ജലത്തിൽ ലയിക്കുന്നവ BC. ഇനി ജീവകം എയെ കുറിച്ചൊന്ന് പറഞ്ഞാലോ? നിങ്ങള് അമ്മമാര് പറയുന്ന ഒരു കാര്യമല്ലേ, പച്ചക്കറി കഴിച്ച കണ്ണിന് നല്ല കാഴ്ച കിട്ടും എന്നുള്ളത്. അതുതന്നെയാണ് ജീവകം എയിൽ പറയാനുള്ളത്. കണ്ണിന് നല്ല കാഴ്ച ലഭിക്കുന്നത് വൈറ്റമിൻ എയിലൂടെയാണ്. വൈറ്റമിൻ എ കഴിക്കുന്നതിലൂടെയാണ്. അതായത് കണ്ണിന് 3 പാളികളാണ്. ആന്തരപാളിയെ പറയുന്ന പേരാണ് റെറ്റിന. എന്താണ്? ആ കണ്ണിന്റെ 3 പാളികളുണ്ട്. ആ 3ാമത്തെ പാളി, അതായത് ഏറ്റവും ആന്തരിക പാളിയെ പറയുന്ന പേരെന്താണ്? റെറ്റിന എന്നാണ്. എന്താണ്? റെറ്റിന. അതുകൊണ്ട് തന്നെ ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്താണ്? റെറ്റിനോൾ. എന്താണ് പേര്? റെറ്റിനോൾ. എന്താണ് പേര്? റെറ്റിനോൾ. ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്താണ്? റെറ്റിനോൾ എന്നാണ്. ഈ ജീവകം എ ഏതിലൂടെ ലഭിക്കുന്നു? ആ പച്ചക്കറികളിലൂടെ, ഇലക്കറികളിലൂടെ ഒക്കെ ലഭിക്കുന്നതാണ് എന്ത്? ജീവകം എ. മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാൽ കാണുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റാ കരോട്ടിൻ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ബീറ്റാ കരോട്ടിൻ ആണ്. കാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിനാണ്. കാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണം ഏതാണ്? കരോട്ടിനാണ്. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ബീറ്റാ കരോട്ടിനാണ്. കരളിൽ സംഭരിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. നമ്മൾ പറയല്ലേ നമ്മളോട് അമ്മമാർക്ക്, കണ്ണേ, കരളേ, തേനേ, അല്ലെ? കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. എവിടെയാണ് വൈറ്റമിൻ എ സംരക്ഷിക്കുന്നത്? കരളിലാണ് വൈറ്റമിൻ എ സംരക്ഷിക്കുന്നത്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വൈറ്റമിൻ എ. ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ എന്തൊക്കെയാണ്? ജീവകം എ നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിശാന്തത വരും. എന്താണ്? നിശാന്തത, കണ്ണിന് കാഴ്ചക്കുറവ്, അതാണ് നിശാന്തത എന്ന് പറയുന്നത്. അടുത്തത് സിറോഫ്താൽമിയ. എന്താണ്? സിറോഫ്താൽമിയ. നമ്മുടെ മുന്നിലുള്ള കോർണിയല്, കണ്ണിന്റെ മുന്നിലുള്ള ഏറ്റവും പുറമേ ഉള്ള ഭാഗം വരണ്ടുണങ്ങുന്നതിനെ പറയുന്ന പേരാണെന്ത്? സിറോഫ്താൽമിയ. നമ്മൾ കണ്ണ് തുറക്ക അടക്കുമ്പോഴൊക്കെ നമുക്കൊരു വഴുവഴുപ്പ് തോന്നാറില്ലേ? ആ വഴുവഴുപ്പ് ഇല്ലാത്ത അവസ്ഥയാണ് എന്ത്? സിറോഫ്താൽമിയ എന്നറിയപ്പെടുന്നത്. ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് വിറ്റാമിൻ എ. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, പയർ, ചേമ്പില, മുരിങ്ങില എന്നിവയിൽ നിന്ന് വിറ്റാമിൻ എ ധാരാളമുണ്ട്. പ്രതിരോധ കുത്തിവെപ്പിനോടൊപ്പം കുഞ്ഞിന് നൽകുന്നത് ഏതാണ്? വിറ്റാമിൻ എ ആണ്. ഇനി നമുക്ക് വിറ്റാമിൻ സിയെ കുറിച്ച് നോക്കിയാലോ? എന്താണ്? വിറ്റാമിൻ സിയെ കുറിച്ച് നോക്കിയാലോ? വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്.
അസ്, സി അസ്കോർബിക് ആസിഡ്. സി വിറ്റാമിൻ സി എന്താണ്? അസ്കോർബിക് ആസിഡ്. അതിന്റെ ശാസ്ത്രീയ നാമമാണ് എന്ത്? അസ്കോർബിക് ആസിഡ്. അപ്പൊ പച്ചക്കറികളൊന്നും തുറന്നിട്ട് വേവിക്കരുത് പറയും. കാരണം എന്താ? പച്ചക്കറികൾ തുറന്നിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വിറ്റാമിൻ സി നഷ്ടപ്പെടും. അതായത് ചൂടാകുമ്പോൾ നഷ്ടമാകുന്ന ഒന്നാണ് എന്ത്? വിറ്റാമിൻ സി എന്നറിയപ്പെടുന്നത്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. എന്താണ്? ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ ആണ് എന്ത്? വിറ്റാമിൻ സി. കൃത്രിമമായി ആദ്യമായി നിർമ്മിച്ച വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. അതോടൊപ്പം തന്നെ പ്രതിരോധത്തിന്, നമുക്ക് ജലദോഷമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സി കഴിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ജലദോഷത്തിൽ നിന്നൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരും. പിന്നെ അതോടൊപ്പം തന്നെ പാല്, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം ഏതാണ്? വിറ്റാമിൻ സി ആണ്. പുളിരുചിയുള്ള പഴങ്ങളിൽ കാണപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. നെല്ലിക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് വിറ്റാമിൻ സി ആണ് കേട്ടോ. അത് നമ്മൾ പച്ചക്ക് കഴിക്കണം, അച്ചാറൊന്നും ഇട്ട് കഴിക്കരുതെന്ന് പറയാറില്ലേ? അതാണ് നെല്ലിക്ക. വിറ്റാമിൻ സി ആണ്. നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് അല്ലെ അസ്കോർബിക് ആസിഡ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? അസ്കോർബിക് ആസിഡ് ആണ്. അപ്പൊ വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ് കേട്ടോ. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നത് വിറ്റാമിൻ സി ആണ്. അപ്പൊ നെല്ലിക്കൊക്കെ നല്ലോണം കഴിച്ചോളൂ കേട്ടോ. അപ്പൊ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നത് ഏതാണ്? വിറ്റാമിൻ സി ആണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം വിറ്റാമിൻ സി ആണ്. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം വിറ്റാമിൻ സി ആണ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ വിറ്റാമിൻ സി ആണ്. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്നത് വിറ്റാമിൻ സി ആണ്. ഇരുമ്പിന് കൂടുതൽ ആഗിരണം ശരീരത്തിൽ ഉണ്ടാകുക എന്ത് മുഖേനയാണ്? വിറ്റാമിൻ സി ഉണ്ടാകുന്നത് കൂടെയാണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്നത് വിറ്റാമിൻ സി ആണ്. ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായി വിറ്റാമിൻ സി ഉപയോഗിക്കുന്നു. ഓക്കെ, ഇവിടെ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണെന്ന് ചോദിച്ചാൽ സ്കർവി. അതാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ പല്ലിലെ മോണയിലുള്ള പഴുപ്പില്ലേ, മോണയിൽ നിന്ന് വരുന്ന രക്തസ്രാവം, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? സ്കർവി എന്നറിയപ്പെടുന്നത്. അതായത് നാവികരുടെ പ്ലേഗ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ജീവകം ഡി എന്നൊക്കെയാണ്. ജീവകം സി ഓക്കെ അല്ലേ? വിറ്റാമിൻ സി ഓക്കെ അല്ലേ? അതായത് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു, പച്ചക്കറികൾ വേവിച്ചാൽ നഷ്ടപ്പെടുന്നു, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നതാണ്, പാലും മുട്ടയും ഒന്നും ഇല്ലാത്തതാണ്, രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ അതോടൊപ്പം തന്നെ നെല്ലിക്കയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പുളിരുചിയുള്ള ഫലങ്ങളിലൊക്കെ കാണപ്പെടുന്നതാണ് വിറ്റാമിൻ സി എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? ഓക്കെ. ഇനി അടുത്തതാണ് വിറ്റാമിൻ ഡി. ഡി എന്ന് കേൾക്കുമ്പോൾ സൂര്യപ്രകാശത്തെ ആലോചിക്കണം. എന്താണ് ഡി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തിനെ ആലോചിക്കണം? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്നറിയപ്പെടുന്നത്. സൂര്യപ്രകാശം. അപ്പൊ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. എന്താണ്? സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. പല്ലിന്റെയും എല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് വിറ്റാമിൻ ഡി. പല്ലിന്റെയും എല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് വിറ്റാമിൻ ഡി എന്നറിയപ്പെടുന്നത്. അതായത് ഈ വിറ്റാമിൻ ഡിയിലൂടെ കാൽസ്യത്തിന്റെ ആഗിരണം നടക്കും. പല്ലും എല്ലൊക്കെ കാൽസ്യം അടങ്ങിയതാണെന്ന് അറിയാലോ. വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നതോടെ കാൽസ്യത്തിന്റെ ആഗിരണത്തിന് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നുണ്ട്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവയുടെ ആഗിരണത്തിന് ഉത്തേജിപ്പിക്കുന്നത് ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. എന്താണ്? സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. എന്താണ്? സ്റ്റിറോയിഡ്. സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുമ്പോൾ നമ്മുടെ ത്വക്കിനടിയിലുള്ള എർഗോസ്റ്റിറോൾ എന്ന കൊഴുപ്പാണ് ജീവകം ഡിയെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് വൈറ്റമിൻ ഡിയെ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? സൂര്യപ്രകാശത്തിൽ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ ശരീരത്തിൽ തട്ടും. അപ്പൊ ഈ തൊലിയുടെ അടിയിൽ എന്തുണ്ടാവും? എർഗോസ്റ്റിറോൾ എന്ന കൊഴുപ്പുണ്ട്. ഇതാണ് വൈറ്റമിൻ ഡിയെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. എന്താണ്? വൈറ്റമിൻ ഡി ആണ്. കാൽസ്യത്തിനും ഫോസ്ഫേറ്റിന്റെയും ആഗിരണത്തെ സഹായിക്കുന്ന ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അപ്പൊ എല്ലിനും പല്ലിനൊക്കെ ആവശ്യം ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ ഡി ആണ് അല്ലെ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ. അടുത്തതാണ് ജീവകം ഇ അഥവാ വൈറ്റമിൻ ഇ എന്നറിയപ്പെടുന്നത്. ഇ എന്നതിൽ തന്നെ ഉണ്ട്. നമ്മൾ ഒരാളോട് സംസാരിക്കും, പ്രത്യേകിച്ച് ഞാനൊക്കെ ഒരാൾ സംസാരിക്കുമ്പോ ഈ ചിരിച്ചിങ്ങാണ്ടാണ് സംസാരിക്കുക. എങ്ങനെ സംസാരിക്കുക? ഈ അല്ലെ, ഭയങ്കര ചിരിച്ചിങ്ങാണ്ടാണ് സംസാരിക്കുക. അതുകൊണ്ട് വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ടോക്കോഫിറോൾ. എന്താണ്? വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ടോക്കോഫിറോൾ. എന്താണ്? ടോക്കോഫിറോൾ. അവരോട് സംസാരിക്കുക, ടോക്ക് ചെയ്യുക. എന്താണ്? ടോക്ക് ചെയ്യുക, ടോക്കോഫിറോൾ. എന്താണ്? ടോക്കോഫിറോൾ. വൈറ്റമിൻ ഇ എന്താണ്? ടോക്കോഫിറോൾ. എന്താണ്? ടോക്കോഫിറോൾ. അത് കിട്ടുമല്ലോ? കിട്ടും. ഇനി നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളെ ഹൃദയം തുറന്നാണ് സംസാരിക്കുക അല്ലെ? എങ്ങനെ സംസാരിക്കുക? ഹൃദയം തുറന്നാണ് സംസാരിക്കുക. നമ്മളെപ്പോഴും പറയും മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത്, മനുഷ്യന്റെ മുഖത്തിനല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇപ്പൊ സംസാരിച്ച് നമ്മൾ വളരെയധികം അവരോട് ഭയങ്കര കമ്പനിയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മുടെ കവിളുകളൊക്കെ തുടുക്കും അല്ലെ? എന്താണ്? കവിളുകളൊക്കെ തുടുക്കാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ വൈറ്റമിൻ ഇയുടെ കോഡാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അപ്പൊ വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫിറോൾ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. നമ്മൾ ഒരാളോട് സംസാരിച്ച് നമ്മുടെ സംസാരം നല്ല ചിരിച്ചുകൊണ്ടുള്ള സംസാരമാണെങ്കിൽ അതൊരു ബ്യൂട്ടി ആയിട്ടുള്ള സംസാരമാണ് അല്ലെ? അപ്പൊ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് എന്ത്? വൈറ്റമിൻ ഇ എന്നറിയപ്പെടുന്നത്. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. എന്താണ്? ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം. അപ്പൊ നമ്മൾ നല്ല സ്വഭാവത്തിൽ നല്ല ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ സ്വാഭാവികം നമ്മൾ ഇവിടെ ചുവക്കുന്നു പറഞ്ഞു അല്ലെ? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും സംരക്ഷകനാണ് എന്ത്? വൈറ്റമിൻ ഇ എന്നറിയപ്പെടുന്നത്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഇ.
സസ്യ എണ്ണകളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഇ എന്നറിയപ്പെടുന്നത്. ഒരു ഹോർമോൺ ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നു. എങ്ങനെയാണ്? ഒരു ഹോർമോൺ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വന്ധ്യത വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് അപര്യാപ്തത രോഗം? എന്താണ്? വന്ധ്യത. ഓക്കെ, ആന്റി സ്റ്റിറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ആന്റി സ്റ്റിറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അടുത്തതാണ് ജീവകം കെ. ജീവകം കെ. ഈ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. കെ കട്ട വൈറ്റമിൻ കെ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ്. ഇതിന്റെ ഒരു കോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ തലയണ ഇവിടെ വെച്ചിട്ടല്ലേ കടക്കുക. അപ്പൊ ഇങ്ങനെ തലയണ ഇവിടെ വെച്ച് കടക്കരുത്. കാരണം എന്താ, രക്തത്തിന് ശരിക്കും പാസ് ആവൂല, ഇങ്ങനെ പാസിങ് നടക്കൂല രക്തത്തിന് എന്ന് പറയും. അതാണ് നമ്മുടെ കോഡ്. അതായത് വിറ്റാമിൻ കെയുടേത് ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്കിനോൾ. എന്താണ്? ഫില്ലോക്കിനോൾ. കിട്ടുമല്ലോ, ഫില്ലോക്കിനോള് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. കൊയാഗുലേഷൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. കൊയാഗുലേഷൻ, ആന്റി ഹെമറേജിക് വിറ്റാമിൻ, കൊയാഗുലേഷൻ വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ. ആണ് കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ എന്നറിയപ്പെടുന്നത്. കാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ ധാരാളമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കെയെ കുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബി ആണ്, വിറ്റാമിൻ ബി. വിറ്റാമിൻ ബി നമ്മൾ കൂടുതൽ കാണപ്പെടുന്നത് തവിട് അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിലാണ്. ഏതിലാണ്? തവിടൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം വിറ്റാമിൻ ബി. നമ്മള് മെഡിക്കൽ സ്റ്റോർ പോയിട്ട് ബി കോംപ്ലക്സ് ഗുളിക എന്ന് പറയാറുണ്ട്. എന്തിനാ? പുണ്ണിനൊക്കെ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഈ ബി കോംപ്ലക്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തേതാണ് B1. B1 എന്ന് പറയുന്നത് അതിന്റെ ശാസ്ത്രീയ നാമം തയാമിൻ. എന്താണ്? തയാമിൻ. B1 എന്ന് പറഞ്ഞാൽ തുടക്കം എന്നല്ലേ. തയാമിൻ. എന്താണ്? തയാമിൻ. ഇതിന്റെ അപര്യാപ്ത രോഗമാണ് ബെറിബെറി. ഇപ്പൊ തവിട് അടങ്ങിയിട്ടുള്ള ചുമന്ന അരിയൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ വെറുവെറിങ്ങനെ നിൽക്കാറുണ്ട്. ഞാൻ പറയും ഇത് വെറുവെറിങ്ങല്ല ചോറ്, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും അല്ലെ. അപ്പൊ വിറ്റാമിൻ B1ന്റെ അപര്യാപ്ത രോഗം എന്താണ്? ബെറിബെറിയാണ്. ഇനി വിറ്റാമിൻ B2യുടെ ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ. എന്താണ്? റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ. എന്താണ്? റൈബോഫ്ലാവിൻ. വിറ്റാമിൻ B3 ആണ് നിയാസിൻ. എന്താണ്? നിയാസിൻ. വിറ്റാമിൻ B3 ആണ് നിയാസിൻ. ഞാൻ ഇവിടെ സ്റ്റോറി പറയുമ്പോൾ നിയാസ് എന്ന ചങ്ങായി ഒരു 5ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴാണ് പാന്റ് ഇടാൻ വേണ്ടി തുടങ്ങിയത്. എന്താണ്? പാന്റ് ഇടാൻ തുടങ്ങിയത്. 6ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് അവന്റെ പീരീഡുകളൊക്കെ കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. മാത്സ് പീരീഡ്, ഇംഗ്ലീഷ് പീരീഡ്, ബയോളജി, അങ്ങനത്തെ പീരീഡുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് 6ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ്. 7ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ബയോളജി എന്ന് പറഞ്ഞ വിഷയം എന്താണെന്നുള്ളത് പോലും അവന് മനസ്സിലായത്. പിന്നീട് അവന് 12ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് അവന് എല്ലാ സയൻസിന്റെ ഒക്കെ അസൈൻമെന്റ് ഒക്കെ തയ്യാറാക്കി സൈൻ ഇടാൻ വേണ്ടിയിട്ട് ഓഫീസ് റൂമിലേക്ക് എത്തിയത്. ഇതാണ് നമ്മുടെ കോഡ്. അപ്പോ അവൻ 3ാം ക്ലാസ്സിൽ എത്തിയപ്പോ നിയാസിൻ 3ാം ക്ലാസ്സിലെത്തി. വിറ്റാമിൻ B3യുടെ ശാസ്ത്രീയ നാമമാണ് എന്ത്? നിയാസിൻ. എന്താണ്? നിയാസിൻ. മറ്റൊരു പേരുണ്ട് നിക്കോട്ടിനിക് ആസിഡ്. എന്താണ്? നിക്കോട്ടിനിക് ആസിഡ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന അസുഖം പെല്ലഗ്ര. 3 അക്ഷരം പെല്ലഗ്ര. എന്താണ്? പെല്ലഗ്ര. പിന്നീട് അവന് 5ാം ക്ലാസ്സിലേക്ക് എത്തുകയാണ്. 5ാം ക്ലാസ്സിൽ അല്ലെ വിറ്റാമിൻ B5 ശാസ്ത്രീയ നാമമാണ് പാൻറ്റോതെനിക് ആസിഡ്. എന്താണ്? പാൻറ്റോതെനിക് ആസിഡ്. എന്താണ്? വിറ്റാമിൻ B5 ആണ് പാൻറ്റോതെനിക് ആസിഡ്. പിന്നെ അവന് 6ാം ക്ലാസ്സിലേക്ക് എത്താണ് വിറ്റാമിൻ B6 കുറിച്ചാണ് പറയുന്നത് പിരിഡോക്സിൻ. പീരീഡുകളൊക്കെ അപ്പൊ അവന് അപ്പോഴാണ് മനസ്സിലായതെന്ന് പറഞ്ഞില്ലേ, പീരീഡുകളൊക്കെ മനസ്സിലായത് B6. പിന്നീട് അവന് 7ാം ക്ലാസ്സിലേക്ക് എത്തുകയാണ് B7. വിറ്റാമിൻ B7 ആണ് ബയോട്ടിൻ. എന്താണ്? ബയോട്ടിൻ. വിറ്റാമിൻ H എന്നറിയപ്പെടുന്നു കേട്ടോ. ബയോട്ടിൻ, വിറ്റാമിൻ H എന്നറിയപ്പെടുന്നു. പിന്നീട് 9ാം ക്ലാസ്സിൽ അതായത് B9 അപ്പോഴാണ് ഫോളിക് ആസിഡിന്റെ ഗുളിക കിട്ടും സ്കൂളിൽ അല്ലെ. രക്തം ഉണ്ടാവുന്ന ഗുളികയൊക്കെ ഈ ഗർഭിണികൾ 9 മാസമൊക്കെ ആവോളം ഫോളിക് ആസിഡിന്റെ ഗുളിക കൊടുക്കാറില്ലേ, അനീമിയ, വിളർച്ച എന്ന അസുഖമൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ B9 ആണ് ഫോളിക് ആസിഡ്. ഇതില്ലെങ്കിൽ ഉണ്ടാവുന്ന അപര്യാപ്തത രോഗമാണ് മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ. ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് ചോദിച്ചാല് ഒരു 9ാം ക്ലാസ്സിൽ ഒരു 9 മാസം ഗർഭിണി ആയിട്ടുള്ള ആള് മുഖം ഇങ്ങനെ ചീർത്തിരിക്കൂലെ, നീരൊക്കെ വന്നിട്ട് മുഖം ബ്ലാസ്റ്റിക് അനീമിയ. അങ്ങനെ ആ കുട്ടി 12ാം ക്ലാസ്സിലേക്ക് എത്തുകയാണ്. വിറ്റാമിൻ B12 അതിന്റെ ശാസ്ത്രീയ നാമമാണ് സൈനോകൊബാൽമിൻ. എന്താണ്? സൈനോകൊബാൽമിൻ. സൈൻ ചെയ്യാൻ വേണ്ടിട്ട് പോയി ഓഫീസിലേക്ക്. സൈനോകൊബാൽമിൻ. അതിന്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. ഈ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് വിറ്റാമിൻ B12ന്റെ അപര്യാപ്തത രോഗം എന്താണ്? പെർനീഷ്യസ് അനീമിയ. എന്താണ്? പെർനീഷ്യസ് അനീമിയ. ഇനി വിറ്റാമിൻ ബിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ഘടകമാണ് വിറ്റാമിൻ ബി. നമ്മൾ മുന്നൊരു ചുവന്ന രക്താണുക്കൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വിറ്റാമിൻ ഇ. അതെന്താണോ? ചുവന്ന രക്താണുക്കളുടെ ആരോഗ്യത്തിനാണ്. ഇതെന്താണ്? ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനാണ് വിറ്റാമിൻ ബി ഉപയോഗിക്കുന്നത്. ചുവന്ന രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന ജീവകം വിറ്റാമിൻ B9 ആണ് കേട്ടോ. ചുവന്ന രക്തകോശങ്ങളുടെ രൂപീകരണം സഹായിക്കുന്ന ജീവകം വിറ്റാമിൻ B9 ആണ്. ത്വക്കിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി. വിറ്റാമിൻ B1ന്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി.
അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകമാണ് വിറ്റാമിൻ B2. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ B2 എന്നറിയപ്പെടുന്നത്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിക്കുന്നത് എന്താണ്? വിറ്റാമിൻ B2 ആണ്. പാലിന്റെ മഞ്ഞ നിറത്തിന് കാരണം എന്താണ്? വിറ്റാമിൻ B2 ആണ്. അപ്പൊ നമ്മള് ഇന്ന് വൈറ്റമിൻസ് അഥവാ വിറ്റാമിൻസ് അഥവാ ജീവകം ഇവയെ കുറിച്ച് എക്സാമിന് വരുന്ന ഒരുവിധ എല്ലാ പോയിന്റുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിറ്റാമിൻ എ എന്ന് കേൾക്കുമ്പോൾ കണ്ണാണ് ഓർമ്മ വരേണ്ടത്. വിറ്റാമിൻ ബി എന്ന് കേൾക്കുമ്പോൾ തവിട് അല്ലെ, തവിട് അടങ്ങിയ ഭക്ഷണമാണ് ഓർമ്മ വരേണ്ടത്. വിറ്റാമിൻ സി എന്ന് കേൾക്കുമ്പോൾ ഫ്രഷ് ഫുഡിൽ അടങ്ങിയിട്ടുള്ളതാണ് വിറ്റാമിൻ സി എന്ന് ഓർമ്മ വരണം. വിറ്റാമിൻ കെ എന്ന് പറയുമ്പോൾ രക്തം കട്ട പിടിക്കുന്നത് ഓർമ്മ വരണം. അതോടെ വിറ്റാമിൻ ഇ എന്ന് പറയുമ്പോൾ എന്താണ്? സംസാരിക്കുന്ന, ഉള്ളു തുറന്ന് സംസാരിക്കുന്ന ആ രംഗമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം കേട്ടോ. അപ്പൊ നല്ല ഉഷാറായിട്ട് പഠിക്കുക. അപ്പൊ വിറ്റാമിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുവിധ എല്ലാ പോയിന്റുകളും പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു.